പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ലോകമെമ്പാടുമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ആത്മവിശ്വാസം എങ്ങനെ വളർത്താം, ഉയർത്താം എന്നതിനെ കുറിച്ചുള്ള ക്ലാസ്സുകളാണല്ലോ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് സെൽഫ് കോൺഫിഡൻസും നേച്ചറും തമ്മിൽ, ആത്മവിശ്വാസവും പ്രകൃതിയും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, പ്രകൃതി നമുക്ക് നമ്മുടെ ആത്മവിശ്വാസത്തെ വളർത്തുന്നുണ്ടോ ഉയർത്തുന്നുണ്ടോ എന്നതിനെ കുറിച്ച് ചിന്തിക്കുവാൻ വേണ്ടിയായിട്ടാണ് ഈ കുറച്ച് സമയം നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം, മനുഷ്യൻ പ്രകൃതിയുമായിട്ട് ഇണങ്ങി കഴിയുന്ന വ്യക്തിയാണ്. പ്രകൃതിയില്ലെങ്കിൽ മനുഷ്യനില്ല. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, സൂര്യനില്ല, ആകാശമില്ല, ചന്ദ്രനില്ല, നക്ഷത്രങ്ങളില്ല, സമുദ്രമില്ല, അരുവികളില്ല, തടാകങ്ങളില്ല. ഇതെല്ലാം ഇല്ലെങ്കിൽ മനുഷ്യനുണ്ടോ? ഒന്നുകൂടി ചിന്തിച്ചു നോക്കിയേ, കാടുകളില്ല, വനങ്ങളില്ല, ഉദ്യാനങ്ങളില്ല, പൂന്തോട്ടങ്ങളില്ല, പച്ചപിടിച്ച ആരാമങ്ങളില്ല. ഇതില്ലാതെ മനുഷ്യനുണ്ടോ? ഇതെല്ലാം ആര് നൽകിയതാണ്? ഇതെല്ലാം ദൈവം നൽകിയതാണ് എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം 6 ദിവസം കൊണ്ട് തന്റെ സൃഷ്ടികർമ്മം പൂർത്തിയാക്കി എന്നാണ് നമ്മൾ വായിച്ചു കേൾക്കുക. ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, സമുദ്രത്തെ സൃഷ്ടിച്ചു, സമുദ്രത്തെ കരയിൽ നിന്നും വേർതിരിച്ചു. അങ്ങനെ വെള്ളം അടിഞ്ഞുകൂടിയ ഭാഗത്തെ സമുദ്രമെന്നും അല്ലാതെ കരയായിട്ട് തീർന്ന ഭാഗത്തെ കരയെന്ന് സൃഷ്ടിച്ചു. സസ്യലതാദികളെ സൃഷ്ടിച്ചു, പക്ഷിമൃഗാദികളെ സൃഷ്ടിച്ചു. എന്നിട്ട് എല്ലാത്തിനു ശേഷം മനുഷ്യനെ സൃഷ്ടിച്ച് ഇതിന്റെ മേൽ, എല്ലാത്തിന്റെ മേൽ അവന് അധികാരം നൽകിയെന്നാണ് വചനം നമ്മൾ കേൾക്കുന്നത്. രാമായണത്തിലാകട്ടെ, മഹാഭാരതത്തിലാകട്ടെ, അതുപോലെ നമ്മളുടെ ഖുറാനിലാകട്ടെ, എല്ലായിടത്തും പറയുന്ന ദൈവത്തിന്റെ സൃഷ്ടികർമ്മം എപ്പോഴും ശ്രേഷ്ഠമാണ്. എല്ലാം ദൈവം സൃഷ്ടിച്ചത് മനുഷ്യർക്ക് വേണ്ടിയാണ്. ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം, നമ്മുടെ പൂർവികരൊക്കെ ജീവിച്ചിരുന്ന കാലത്ത്, ദൈവത്തെ ഇന്നത്തെ കാലത്തെ പോലെ മനസ്സിലാക്കാൻ സാധിക്കാതിരുന്ന കാലത്ത് അവർ സൂര്യചന്ദ്രന്മാരെ ആരാധിച്ചിരുന്നു, പ്രകൃതിയെ ആരാധിച്ചിരുന്നു. കാരണം സസുഖം വാഴണമെങ്കിൽ പ്രകൃതിയിലെ ഈ ഘടകങ്ങളെല്ലാത്തിനെയും തങ്ങൾ ആദരിക്കേണ്ടിയിരിക്കുന്നു, ബഹുമാനിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള വിശ്വാസം. ഇന്നും എത്രയോ ഹൈന്ദവരാണ്, എത്രയോ ക്രിസ്ത്യാനികളാണ് സൂര്യനെ നമസ്കരിക്കുന്നത്, സൂര്യ നമസ്കാരം ചെയ്യുന്നു. നമ്മുടെ ഹൈന്ദവരുടെ ഭവനങ്ങളിലൊക്കെ പോയാൽ കാണില്ലേ, ഒരു തുളസിത്തറ കാണാൻ സാധിക്കും, അതിന് വിളക്ക് വെക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതിന്റെയൊക്കെ മനോഹാരിത നമ്മൾ കാണുന്നത് എല്ലാം പ്രകൃതിയോടുള്ള സ്നേഹമാണ്, പ്രകൃതിയോടുള്ള അടുപ്പമാണ്. ഇനി കുറച്ചും കൂടി അങ്ങ് ചിന്തിച്ചു നോക്കിയേ, ഇന്ന് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊക്കെ എവിടെയാണ് സ്ഥാപിക്കുന്നത്? അതെല്ലാം പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലങ്ങളിലാണ്. ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് ഒരു റിസോർട്ട് ഉണ്ട്. ഈ റിസോർട്ട് അച്ഛന്മാര് ആയിട്ട് തുടങ്ങിയതാണ്. ഇത് കടലിലേക്കാണ് അതിന്റെ മുഖമായിട്ട് നിൽക്കുന്നത്. മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടിന്, കപ്പലിന്, അതുപോലെ സാധാരണ ചങ്ങാടങ്ങൾ, ഇതെല്ലാം മനുഷ്യന് ആസ്വാദ്യകരമാണ്. എന്തെങ്കിലും പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ തടസ്സങ്ങളോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു 3-4 ദിവസം മാറി നിൽക്കണമെന്ന് മനുഷ്യൻ ചിന്തിക്കുമ്പോൾ എവിടേക്കാണ് പോകുന്നത്? ഇതുപോലെയുള്ള റിസോർട്ടിലേക്കല്ലേ. സാധാരണ ജീവിതത്തിൽ നിന്നും കുറച്ച് ദിവസം മാറി നിൽക്കുക, അതും പ്രകൃതി രമണീയമായിട്ടുള്ള, പ്രകൃതിയിൽ ഇടപഴകി ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന മനുഷ്യന്റെ ജീവിതം, അവന്റെ ശരീരവും മനസ്സും ബുദ്ധിയും ആത്മാവും എല്ലാം പ്രകൃതിയായിട്ട് അത്രയ്ക്ക് ഇണചേർന്ന് കിടക്കുകയാണ്. അതുകൊണ്ടാണ് അവൻ പ്രകൃതി ഇത്രയധികം സ്നേഹിക്കുന്നത്. ഇത് രാവിലെ എഴുന്നേറ്റാല് നമ്മുടെ കാരണവന്മാര്, നമ്മുടെ അപ്പന്മാര്, അമ്മമാരൊക്കെ കണ്ടിട്ടില്ലേ? അവരൊക്കെ ഒരു കട്ടൻ കാപ്പി എടുത്തുകൊണ്ട് പുറത്തു വന്ന് നോക്കിക്കുക, അല്ലെങ്കിൽ ബ്രഷ് എടുത്തുകൊണ്ട് ബ്രഷ് ചെയ്തുകൊണ്ട് ഇങ്ങനെ നടക്കുക. ഇനി കവികളെ എടുത്തു നോക്കുക. നമ്മുടെ ഫ്രാൻസിസ് അസീസി പ്രകൃതിയോട് സംസാരിച്ചിരുന്ന വ്യക്തിയാണ്. ഫ്രാൻസിസ് അസീസി ആഗ്രഹിച്ചിരുന്നത് ഒന്നും വേണ്ട, പ്രകൃതി മാത്രം. പക്ഷികളോടും മൃഗങ്ങളോടും സസ്യങ്ങളോടും ഒക്കെ സംസാരിച്ച് അവയായിട്ട് ഇടപഴകി ജീവിക്കാനായിട്ട് ആഗ്രഹിച്ചത്. ഈ അന്തോനീസിന്റെ ജീവിത ചരിത്രത്തിൽ ഒരു സംഭവം നടക്കുന്നില്ലേ? ജനങ്ങളെല്ലാം അന്തോനീസിനെ കേൾക്കാതിരുന്നപ്പോൾ അന്തോനീസ് കടലിലേക്ക് മുഖം തിരിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ മത്സ്യങ്ങള് അന്തോനീസിനെ കേൾക്കാൻ വന്നു. അത്രയ്ക്ക് നമ്മൾ കേൾക്കുന്നതിനേക്കാളും നമ്മൾ കാണുന്നതിനേക്കാളും അധികം പ്രകൃതി നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, നമ്മൾ പ്രകൃതിയെ സ്നേഹിക്കുന്നുണ്ട്.
അതുകൊണ്ടാണ് ഇന്ന് ഇന്റർലോക്കിന്റെ ഒക്കെ ഒരു കാലഘട്ടമാണ്. എങ്കിലും മനുഷ്യൻ വീടിന്റെ ചുറ്റുവശങ്ങളിലൊക്കെ കുറെ ചെടികൾ നട്ട്, മരങ്ങളൊക്കെ നട്ട്, അതിന്റെ ഇന്ന് ഓക്സിജൻ ലഭിക്കുവാനായിട്ട്, നമ്മളിൽ നിന്നുള്ള ഈ ദുർഗന്ധങ്ങൾ, അതുപോലെ നമ്മളിൽ അടിഞ്ഞുകൂടുന്ന ആവശ്യമില്ലാത്ത ശ്വാസനിശ്വാസങ്ങളൊക്കെ മാറ്റിക്കളയാനായിട്ട് ദൈവം പ്രകൃതിയിൽ തന്നെ, സസ്യങ്ങളിലൂടെയൊക്കെ തന്നെ ഒരുപാട് ശ്വസിക്കാനായിട്ട് നമ്മൾ സഹായിക്കുന്നുണ്ട്. ഇപ്പൊ മനുഷ്യന് പ്രകൃതി ഇല്ലാതെ മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല. ഇപ്പൊ യാത്രക്കൊക്കെ പോകുന്ന കണ്ടില്ലേ, യാത്രക്കാരെല്ലാവരും അല്ലെങ്കിൽ ഒരു പരിധിയുള്ള ആളുകൾ പുറത്തേക്ക് നോക്കിയിരിക്കും. പ്രകൃതിയുടെ മനോഹാരിത, ആ പ്രകൃതിയുടെ ശാന്തത, രമണീയത, സൗന്ദര്യം, ഇതെല്ലാം മനുഷ്യന് ഒരുപാട് ആസ്വാദ്യകരമാണ്. ഒരുപക്ഷെ നമ്മൾ അലസരായിരിക്കാം, പക്ഷെ പ്രകൃതി നൽകുന്ന ഒരു ആശ്വാസം അത് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ പ്രകൃതിയെ ഇന്ന് ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, പ്രകൃതിയെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്, പ്രകൃതിയിലായിട്ട് രമ്യപ്പെടാനായിട്ട് മനുഷ്യൻ എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് കൊടുങ്കാറ്റുകൾ ഉണ്ടാകാറുണ്ട്, ഭൂകമ്പങ്ങൾ ഉണ്ടാകാറുണ്ട്, കാലവർഷക്കെടുതികൾ ഉണ്ടാകാറുണ്ട്. അപ്പോഴൊക്കെ മനുഷ്യൻ അസ്വസ്ഥപ്പെടാറുണ്ട്. ഒരു പഴഞ്ചൊല്ലി പ്രകാരമാണ്, ദൈവം എപ്പോഴും ക്ഷമിക്കും, മനുഷ്യൻ വല്ലപ്പോഴും ക്ഷമിക്കും, പ്രകൃതി ഒരിക്കലും ക്ഷമിക്കുകയില്ല എന്ന്. പ്രകൃതിക്ക് അതിൻ്റെതായിട്ടുള്ള താള ലയങ്ങളൊക്കെ ഉണ്ട്. ഗുജറാത്തില് ഭൂകമ്പം ഉണ്ടായപ്പോൾ മനുഷ്യന്റെ ഒരു ശാസ്ത്രീയ വശം ഇപ്രകാരമായിരുന്നു. അതായത് ഭൂമിയുടെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ടതാണ് അത്രേ ഗുജറാത്തിലെ ഭൂകമ്പത്തിന് കാരണമായത്. ഭൂമി കുലുക്കത്തിന് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ പ്രകൃതിയെ നമ്മൾ അത്രയധികം നമ്മൾ സ്നേഹിക്കണം. ദൈവം അത് വളരെ പ്ലാൻഡ് ആയിട്ടാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. അത് മനുഷ്യനെ സ്നേഹിക്കാനായിട്ട്, മനുഷ്യനെ ഉപയുക്തമാക്കാനായിട്ട്, അതിൽ നിന്ന് മനുഷ്യനെ സ്വാംശീകരിക്കാനൊക്കെ ഉള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അതനുസരിച്ച് നമുക്കും പ്രകൃതിയോടുള്ള സ്നേഹം എപ്പോഴും ഉണ്ടായിരിക്കണം. പ്രകൃതിയായിട്ട് രമ്യപ്പെട്ട് കഴിയുന്ന മനുഷ്യന്റെ ആത്മവിശ്വാസം എത്രയോ വലുതാണ്. ഒരു കാലഘട്ടത്തിലൊക്കെ എല്ലാവരും കർഷകരല്ലായിരുന്നു, ഗവൺമെന്റ് ജോലിക്കാരൊക്കെ എത്രയോ കുറവായിരുന്നു. എല്ലാവരും പ്രകൃതിയായിട്ട് ഇടപഴകി ജീവിക്കുമ്പോൾ കിട്ടിയിരുന്ന ആത്മവിശ്വാസവും ആത്മസംതൃപ്തിയും സാറ്റിസ്ഫാക്ഷനൊക്കെ ഇന്ന് അത്രത്തോളം ഉണ്ടോ? അതാണ് മനുഷ്യൻ പ്രകൃതിയായിട്ട്. എത്രയോ ഗവൺമെന്റ് ഉദ്യോഗസ്ഥര് കുറച്ച് സമയം എങ്കിലും പോയി പറമ്പുകളിൽ ജോലി ചെയ്യുന്നതില്ലേ, കിട്ടുന്ന ആത്മവിശ്വാസം ഒരുപക്ഷെ ഒരാഴ്ച ഗവൺമെന്റ് ഓഫീസുകളിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും വലുതാണ്. ഇതാണ് പ്രകൃതിയായിട്ടുള്ള. അപ്പൊ പ്രകൃതി നമുക്ക് ആത്മവിശ്വാസം വളർത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും വളർത്തുന്നുണ്ട്. നമ്മുടെ ആത്മവിശ്വാസത്തെ ഉയർത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉയർത്തുന്നുണ്ട്. ഇപ്പൊ നമ്മളൊരു സസ്യത്തിന്റെയോ ഒരു മരത്തിന്റെയോ ഒരു ചെടിയുടെ അരികത്ത് പോയി നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അവ നമ്മോട് സംസാരിക്കുന്നുണ്ടെന്ന് പറയാം. പ്രകൃതിയുമായിട്ട് രമ്യപ്പെട്ട് ജീവിക്കുമ്പോഴാണ് മനുഷ്യനെ ആ വലിയ അത്ഭുത പ്രതിഭാസത്തെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. അപ്പൊ പ്രകൃതി നമ്മുടെ ആത്മവിശ്വാസത്തെ ഒരുപാട് ഉയർത്തുന്നുണ്ട് എന്നുള്ള ബോധ്യത്തിലേക്ക് വരുവാനായിട്ട് ഈ ക്ലാസ് ഉപയുക്തമാകട്ടെ. 37ാമത്തെ ക്ലാസ്സാണിത്. ഈ 37 തലങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുന്ന എന്തിനാണ്? നമ്മുടെ ആത്മവിശ്വാസം എവിടെയെല്ലാം ഏതെല്ലാം വിധത്തില് ഉയർത്താനും വളർത്താനും സാധിക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുവാൻ വേണ്ടിയാണ്. നിങ്ങൾക്കത് ഉപയുക്തമാകുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും എത്തിക്കുവാനായിട്ട്, അങ്ങനെ ആത്മവിശ്വാസം ഉയർത്തിയ ഒരു സമൂഹമായിട്ട് തീരാനായിട്ട് സർവേശ്വരൻ നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.